സാറേ, സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് നാട് വിട്ടു എന്നാണ് കേൾക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിമതരാണോ ഇനി സിറിയ ഭരിക്കുക? അതെ, അസദ് ഒരു വിമാനത്തിൽ സിറിയയിൽ നിന്ന് പലായനം ചെയ്തു. അതായത് ഇന്ന് പുലർച്ചെയൊക്കെ ആയപ്പോഴേക്കും ഇത് ഏതാണ്ട് വ്യക്തമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ദമാസ്കസിന് 20 കിലോമീറ്റർ അകലെ ഈ വിമതസേന, അതായത് ഹയാത്ത് തഹ്രീർ അൽ ഷാം HTS എന്ന് പറഞ്ഞ സംഘടന, മുമ്പ് അൽ ഖേദയുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നതാണ്. മുഹമ്മദ് അൽ ഖൊലാനി നയിക്കുന്ന സംഘടനയാണ്, മതസംഘടനയാണ്. അവർ ദമാസ്കസ്, അതായത് ഒരു രാജ്യമൊക്കെ പിടിക്കുമ്പോൾ തലസ്ഥാനം പിടിക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ എത്തിയിരുന്നു. അപ്പോൾ മറ്റേ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടം വരും, ശരീഅത്ത് രാജ്യത്തിൻ്റെ നിയമമാവും. അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ പ്രസിഡന്റ് ബഷർ അൽ അസദ് അദ്ദേഹത്തിൻ്റെ വിമാനം ഈ ദമാസ്കസിൽ നിന്ന് ഈ വിമതര് മറ്റേ ദമാസ്കസിൻ്റെ ഗേറ്റുകളിലൊക്കെ എത്തി. തെക്കൻ ഗേറ്റിൽ ആദ്യം എത്തിയതായിട്ട് വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പട്ടാളം ഉണ്ടല്ലോ, സിറിയയുടെ പട്ടാളം പ്രതിരോധിച്ചില്ല. പ്രതിരോധിക്കുകയാണെങ്കിൽ 20 കിലോമീറ്റർ അപ്പുറത്തെത്തിയപ്പോൾ തന്നെ പ്രതിരോധിക്കണം. അപ്പോൾ അസദ് വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസദിനെ അവിടെ ഈ ഒരു പാവയായിട്ട് ഈ കസേരയിൽ നിലനിർത്തിക്കൊണ്ടിരുന്നത് ഇറാനും റഷ്യയും ആണ് പ്രധാനമായിട്ടും. റഷ്യക്ക് അവിടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, അത് ഇസ്രയേൽ തകർക്കുന്നൊക്കെ ഉണ്ടായിരുന്നു സിറിയയിലെ. അപ്പോൾ അസദ് വിചാരിച്ചത് ഇസ്രയേൽ ലെബനൻ വിടുമ്പോൾ വെടിനിർത്തൽ കഴിഞ്ഞ് വിടുമ്പോൾ സുഖമായിരിക്കും എന്നാണ്. ഇത് ഇസ്രയേൽ വിട്ടു കഴിഞ്ഞപ്പോൾ സിറിയ തകരുന്നതാണ് കണ്ടത്. സിറിയയിൽ ആക്രമണം, വിമതരുടെ ആക്രമണം. വിമതര് അവർ ഇദ്ലിബില് വിമതര് അവരുടെ കേന്ദ്രമായിരുന്നു. അത് കഴിഞ്ഞ് അവർ ആലപ്പോ പിടിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഹോം പിടിച്ചു. ഇങ്ങനെ ഓരോ പ്രവിശ്യകൾ പിടിച്ച്, ഈ ആലപ്പോ ആണ് അവിടുത്തെ വലിയ നഗരം, അതെ. ഇദ്ലിബ് അവര് മറ്റേ നേരത്തെ തന്നെ കയ്യിലുണ്ട്. അങ്ങനെ പ്രവിശ്യകൾ ഓരോന്നും പിടിച്ച് തലസ്ഥാനം പിടിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ഭരണകൂടം പിടിക്കുകയാണല്ലോ. പാർലമെന്റ്, പ്രസിഡന്റിന്റെ കൊട്ടാരം, ഇങ്ങനെയാണല്ലോ. പലായനം ചെയ്യാതെ വഴിയില്ല. റഷ്യയുടെ സൈന്യമോ ഇറാന്റെ സൈന്യമോ വരാൻ പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേല് ഇറാന്റെ സൈന്യം മിസൈൽ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചു. ഒന്നും എടുക്കാനില്ല കയ്യില്. മറ്റേ ലെബനനിലാണെങ്കിൽ ഹിസ്ബുള്ളയായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിലെത്തി. അപ്പോൾ ഹിസ്ബുള്ളക്ക് സഹായിക്കാൻ പറ്റില്ല. ഹിസ്ബുള്ളയുടെ നട്ടെല്ലൊടിച്ചു കഴിഞ്ഞു ഇസ്രയേല്. പിന്നെയുള്ളത് റഷ്യ ആണെങ്കിൽ ഉക്രൈനിൽ പെട്ട് കിടക്കുകയാണ്. ഇതിലൊന്നും ഇടപെടാൻ പറ്റാത്തവണ്ണം കുഴപ്പമായി. അപ്പോൾ ഇപ്പോൾ അസദ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അയാളുടെ വിമാനം അവിടെ നിന്ന് ദമാസ്കസ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നിട്ട് ആദ്യം തീരപ്രദേശത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ടേൺ എടുത്തിട്ട് വിപരീത ദിശയിൽ പറന്നിട്ട് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഡാറ്റ ഇല്ല. അപ്പോൾ ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉദ്ദേശം, അല്ലേ? പക്ഷേ അല്ല, പലായനം ചെയ്യുന്നത് ഇറാനിലേക്കായിരിക്കാം മിക്കവാറും. കാരണം ഒരു ഷിയ രാജ്യം ഇറാനാണല്ലോ. സുരക്ഷിതമായി കരുതാവുന്നത് ഒരു രാജ്യമാണ് അസദ്. കരുതാവുന്ന സ്ഥലം അതാണ്. അപ്പോൾ സിറിയയിൽ പ്രസിഡന്റ് അസദ്, പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി ജലാലി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, പ്രധാനമന്ത്രി. അയാൾ പോയിട്ടില്ല. അയാൾ ഇന്ന് കുറച്ച് മുമ്പ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിമതരുടെ കൂടെ നിൽക്കാം, ഈ വരുന്നവരുടെ കൂടെ ഞാൻ നിൽക്കാം, ഐ ആം റെഡി ടു എക്സ്റ്റെൻഡ് മൈ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹസ്തദാനം ചെയ്യാം, പവർ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന് ഞാൻ കൊടുക്കാം എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർന്നില്ലേ കഥ? ആ അധ്യായം അവസാനിച്ചു. ഞാൻ എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ പലായനം ചെയ്തിട്ടില്ല, ഞാൻ ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്നു,
ഐ ബിലോങ് ടു ദിസ് കൺട്രി, ഞാൻ ഈ രാജ്യക്കാരനാണെന്നൊക്കെ ജലീലി പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ ചേരാം എന്ന്, നിങ്ങൾ എന്തെങ്കിലും തന്നാ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ യാചന, ഭിക്ഷ ആണ് ജലീലി വീഡിയോയിൽ പറഞ്ഞു. അസദിനും വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാമായിരുന്നു, പക്ഷെ ഞാൻ പലായനം ചെയ്യാൻ പറയാനാണ്. അപ്പോൾ ഓഫീസിൽ പോയിട്ട് രാവിലെ ഞാൻ ജോലി തുടരും, എന്നിട്ട് സിറിയയിലെ ജനങ്ങളോട് സ്വത്തുക്കളൊന്നും നശിപ്പിക്കരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വീഡിയോയിൽ. പക്ഷെ ജനം എന്ത് ചെയ്തു? ഈ അസദിൻ്റെ പ്രതിമകളുണ്ടല്ലോ, സ്വന്തം പ്രതിമകൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അസദ്, അതൊക്കെ എടുത്ത് തകർത്ത് കളഞ്ഞു. അപ്പൊ നമ്മൾ ഓർക്കുന്നത് ലെനിൻ്റെ ഒക്കെ പ്രതിമ പണ്ട് തകർത്തില്ലേ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം. ആ ക്രെയിൻ വന്നിട്ട് ലെനിൻ്റെ പ്രതിമ മാറ്റുന്ന ചിത്രമൊക്കെ ഓർമ്മയില്ല. മുജിബുർ റഹ്മാന്റെ പ്രതിമ ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം എടുത്തു മാറ്റുന്ന കണ്ടില്ലേ. അപ്പോൾ അജ്ഞാത ലൊക്കേഷനിലേക്കാണ് അസദ് ഇന്ന് പോയിരിക്കുന്നത്. മിക്കവാറും ഇറാനിലേക്കാകാൻ സാധ്യതയുണ്ട്, അല്ലാതെ ഒരു സ്ഥലം. കാരണം തുർക്കി വിമതർക്ക് പിന്തുണ കൊടുക്കുന്ന രാജ്യമാണ്. അതെ അതെ, നേരത്തെ പറയുകയോ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, എർദോഗൻ കുറെ പരിശീലനമൊക്കെ ഇവർക്ക് കൊടുത്തിരുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തിലേക്ക് പോകണം. പക്ഷെ അതൊന്നും ഷിയ രാജ്യമല്ലല്ലോ, സുന്നി രാജ്യങ്ങളാണ്. സുന്നി രാജ്യങ്ങളാണ്, സുന്നി ഭരണമാണ് വരാൻ പോകുന്നത്. ശരിയത്ത് ഭരണവും അൽ ഖൈദ ഭരണമാണെങ്കിലും സുന്നി ഭരണമാണ് സിറിയയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ദമാസ്കസിൽ എത്തിയപ്പോൾ അവിടെ പട്ടാളത്തെ ഒന്നും കണ്ടില്ല, വിമതസേന ഇന്ന് പുലർച്ചെ കണ്ടില്ല. ഇന്ന് അതിരാവിലെ തന്നെ ഹോംസ് അവർ പിടിച്ചിരുന്നു. അപ്പോൾ അസദ് 24 കൊല്ലമായിട്ട് ഭരണത്തിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു, അത് അവസാനിക്കുകയാണ്. അപ്പോൾ ഫ്ലൈറ്റ് റഡാർ വെബ്സൈറ്റുകളിലൊന്നും ഇപ്പോൾ ഇത് എവിടെയാണെന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ നിമിഷത്തിലില്ല. അസാദ് ആദ്യം പോയത് ഈ തീരപ്രദേശത്തേക്കാണ് എന്ന് പറഞ്ഞല്ലോ. അത് അങ്ങേരി ഷിയയിലെ അലവൈറ്റ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതിലെ അവാന്തര വിഭാഗം അലവൈറ്റ്, അതിൻ്റെ കോട്ടയാണ് ഈ തീരപ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ട് തിരിഞ്ഞതായിട്ട് ആദ്യം തോന്നിയിരുന്നത്. അത് കഴിഞ്ഞാണ് പെട്ടെന്ന് യൂ ടേൺ എടുത്തിട്ട് വിപരീത ദിശയിൽ കുറച്ച് മിനിറ്റ് ഈ ഫ്ലൈറ്റ് റഡാർ ഡാറ്റയിലൊക്കെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് അത് അപ്രത്യക്ഷമായി. അപ്പോൾ ഡമാസ്കസിലെ ചില ജനങ്ങളിൽ നിന്ന് ചില ആളുകൾ പറയുന്നുണ്ട് വലിയ ഷൂട്ടിങ് നഗരഹൃദയത്തിൽ കേട്ടതായിട്ട്, വെടിശബ്ദങ്ങൾ കേട്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എവിടെ നിന്നാണ് വെടിശബ്ദം വന്നത് എന്നുള്ളത്, കാരണം പട്ടാളത്തിൻ്റെ പ്രതിരോധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ചിലർ പറയുന്നുണ്ട് പിന്നെ സ്വാതന്ത്ര്യം നമ്മൾ വിമോചിതമായി എന്ന് പറഞ്ഞിട്ട് നഗരഹൃദയത്തിൽ ആൾക്കൂട്ടം വന്നിപ്പോൾ ആഹ്ലാദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഈ അസദിൻ്റെ ഏകാധിപത്യം അവസാനിച്ചു. ആ അവസാനിച്ചതിലുള്ള ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ധാരാളം പേരിപ്പോൾ നഗരകേന്ദ്രത്തിൽ വന്ന് കൂടിയിട്ടുണ്ട്. മാത്രമല്ല തടവുകാരെ ജയിലൊക്കെ തുറന്ന് മോചിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അവരുടെ ചങ്ങലകളൊക്കെ ഛേദിച്ചിട്ടുണ്ട്. സെദാന്യ എന്ന് പറഞ്ഞ ജയിലിൽ നിന്ന് ഈ രാഷ്ട്രീയ തടവുകാരെ, എതിരാളികളെ, പ്രതിപക്ഷത്തെ ഒക്കെ മോചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അസദിൻ്റെ കഥ കഴിഞ്ഞപ്പോൾ ഇനി എന്താണെന്നുള്ളതാണ്. മുഹമ്മദ് അൽ ഗോലാനി ആയിരിക്കും ഇനി പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹമാണ് ഈ ഹയാത്ത് തഹ്രീർ അൽ ഷാം HTSൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ്. അതല്ലാതെ വേറെ നേതാവൊന്നുമില്ല. അപ്പോൾ പൊതുമധ്യത്തിൽ അധികമൊന്നും വന്നിട്ടുള്ള ആളല്ല. 2 അഭിമുഖങ്ങളിലാണ് മുമ്പ് വന്നിട്ടുള്ളത്. അൽ ഖൈദയുടെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ടാണ് സിറിയയിൽ ഉണ്ടായിരുന്നത്. ഈ പല കമ്പനികളും ഫ്രാഞ്ചൈസി കൊടുക്കില്ലേ എന്ന് ഒരു ഫ്രാഞ്ചൈസി ആയിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. ബഷർ അൽ അസദിനെതിരെ നീക്കമൊക്കെ ആയിട്ടാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. 2016 അൽ ഖൈദയായിട്ടുള്ള ബന്ധം വിട്ടു.
അത് കഴിഞ്ഞ് പടിഞ്ഞാറൻ സിറിയ ബോർഡറിൽ കഴിഞ്ഞ് തിരിച്ച് സിറിയയിലേക്ക് എത്തുകയൊക്കെ ചെയ്തു. കഴിഞ്ഞ ആഴ്ച ആലപ്പോ പിടിച്ചു. പിന്നെ ജിഹാദിസ്റ്റുകളെ വെറുത്ത അതായത് അൽഖയ്ദയൊക്കെ വെറുത്ത ന്യൂനപക്ഷങ്ങളുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ, ഷിയാകൾ ഒക്കെ ഉണ്ട്. അവർക്ക് സന്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. ഈ മുഹമ്മദ് അൽ ഗോലാനി, നിങ്ങൾ പേടിക്കണ്ട, മര്യാദയ്ക്കായിരിക്കും ഭരിക്കുന്നത്, നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവും എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആലപ്പോ പിടിച്ച ശേഷമാണ് അത് ചെയ്തത്. അത് പിടിക്കുമ്പോൾ ഈ ഗോലാനി പട്ടാള വേഷത്തിൽ ഫോണിൽ ഉത്തരവുകൾ, പട്ടാളക്കാർക്കൊക്കെ ഉത്തരവ് കൊടുക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. ജനങ്ങൾക്ക് രക്ഷ വാഗ്ദാനം ചെയ്തിരുന്നു. മാത്രമല്ല പട്ടാളക്കാരോട് വീടുകളിൽ കയറരുത് എന്നൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജനങ്ങൾക്ക് സുരക്ഷ, ഒരു ആശ്വാസം വാഗ്ദാനം ചെയ്യുന്നത് പോലെയായിരുന്നു ഇതൊക്കെ. ബുധനാഴ്ച ആലപ്പോയിൽ ഒരു ഭടൻ ഈ കൊടി, ഈ HTSൻ്റെ കൊടിയായിട്ട് അകമ്പടി സേവിച്ച് ഈ ഗോലാനിയുടെ ഒരു വീഡിയോയും വന്നിരുന്നു. ഇറാഖിൽ ചെന്നിട്ട് അൽഖയ്ദയ്ക്കായി പോരാടിക്കൊണ്ടിരുന്ന ആളാണ് ഇനി സിറിയ ഭരിക്കാൻ പോകുന്ന ഗോലാനി. 5 വർഷം അമേരിക്കയുടെ തടവിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇറാഖിലെ അമേരിക്കൻ തടവറ ആയിരുന്നു. അന്നത്തെ ഐസിസ് നേതാവുണ്ടല്ലോ, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അൽ ബാഗ്ദാദി ആണ് ഗോലാനിയെ സിറിയയിലേക്ക് അയക്കുന്നത്. ഇനി സിറിയയിൽ പോയിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ചതാണ്. അങ്ങനെയാണ് അൽഖയ്ദയുടെ ഫ്രാഞ്ചൈസി ആയിട്ട് സിറിയയിൽ എത്തിയത്. അൽഖയ്ദ അവിടെ കെട്ടിപ്പടുക്കാൻ വേണ്ടി 2013 അമേരിക്ക ഗോലാനിയെ ഭീകരനായിട്ട് പ്രഖ്യാപിച്ചു. അസദിനെ പുറത്താക്കി ശരിയത്ത് ഭരണം കൊണ്ടിരുന്നാണ് ഗോലാനി അന്നൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നത്. ചാവേർ ആക്രമണങ്ങളൊക്കെ സംഘടിപ്പിച്ചു. തുർക്കിയും HTSന് ഭീകര ഗ്രൂപ്പായി അന്ന് പ്രഖ്യാപിച്ചിരുന്നു. തുർക്കി ഇപ്പോഴും HTSൻ്റെ കൂടെയല്ല, മറ്റ് വിമത ഗ്രൂപ്പുകളുടെ കൂടെ ആണ് തുർക്കിയുള്ളത്. മറ്റ് പ്രതിപക്ഷങ്ങൾക്കാണ് ഈ HTSനല്ല തുർക്കിയുടെ പിന്തുണ. 2013 ആദ്യത്തെ അഭിമുഖം ഗോലാനിയുടെ വന്നു, ഒരു 11 കൊല്ലം മുമ്പ്. അന്ന് മുഖം കാണുന്നുണ്ടായിരുന്നില്ല അഭിമുഖത്തിൽ. അൽ ജസീറയിലാണ് ആ അഭിമുഖം വന്നത്. സ്വാഭാവികമായിട്ടും സിറിയയിൽ ശരിയത്ത് ഭരണം വേണം എന്ന ആ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. 8 വർഷം കഴിഞ്ഞിട്ട് ഒരു അമേരിക്കൻ, അതായത് അമേരിക്കൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസിൻ്റെ ഫ്രണ്ട് ലൈൻ പ്രോഗ്രാമിൽ വന്നപ്പോൾ ആൾ മാറിയിരുന്നു. ഗോലാനി ഷർട്ടും ജാക്കറ്റും ധരിച്ചാണ് പ്രത്യക്ഷപ്പെട്ടത്. മുഖം കാണാമായിരുന്നു. അപ്പോൾ ആദ്യം അൽഖയ്ദ കെട്ടിപ്പടുക്കുമ്പോൾ 6 പേരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കൊല്ലത്തിനുള്ളിൽ അത് 5000 പേരായി വർദ്ധിച്ചു എന്ന് ആ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അൽഖയ്ദ ബന്ധം പിന്നെ 2016 അവസാനിപ്പിച്ചല്ലോ. 2013 ബാഗ്ദാദിക്കെതിരെ തിരിഞ്ഞു, ഗുരുവിനെതിരെ തിരിഞ്ഞു ഗോലാനി. ഇദ്ലിബ് കേന്ദ്രമാക്കി പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെ ഇദ്ലിബിൽ സർക്കാരുണ്ടാക്കി. പിന്നെ ക്രിസ്ത്യാനികൾക്കും ഷിയകൾക്കും ഇപ്പോൾ സുരക്ഷ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ദമാസ്കസിലെത്തി. ദമാസ്കസിലെത്തുമ്പോൾ ഈ സേനയുടെ കമാൻഡർ, HTS സേനയുടെ കമാൻഡർ ഹസൻ അബ്ദൽ ഖാനി എന്ന് പറഞ്ഞ ആളാണ്. തെക്കൻ ഗേറ്റിൽ ഈ ഹസൻ അബ്ദൽ ഖാനി നേതൃത്വം നൽകുന്ന സേനയാണ് എത്തിയത് ദമാസ്കസിൽ. അതിനു മുമ്പ് ധാര പ്രവിശ്യ, ഹോം, പിന്നെ ആലപ്പോ, ഇതൊക്കെ ഓരോന്ന് പിടിച്ചാണ് ദമാസ്കസിൽ എത്തിയത്. അപ്പം ദമാസ്കസിൽ ഇനി നമുക്ക് ശരിയത്ത് ഭരണം കാണാം ഗോലാനിയുടെ. അപ്പോൾ സിറിയയുടെ നിലവിലുള്ള ഭരണകൂടം അമ്പേ തകർന്നു. അതെ. അമർത്തുക.